BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആദ്യമായി ഞാൻ കേരള ജനതയ്ക്ക് നന്ദി പറയുകയാണ്. ഇത്ര നല്ലൊരു വിജയം UDF-ന് സമ്മാനിച്ചതിന് കേരളത്തിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് നന്ദി പറയുകയാണ്. വളരെ നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ട് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭരണമാണ് കേരളത്തിൽ ഉണ്ടാകുവാൻ പോവുക. അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ജനങ്ങൾ അത് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് UDF-ന്. ശരിക്കും ഒരു തരംഗമുണ്ട്. അത് UDF അതിന് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. തീർച്ചയായും ഈ കഴിഞ്ഞ കുറെ കാലമായി കേരള ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പ് വളരെ പ്രകടമായിരുന്നു. ജനവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരുന്നു എന്ന് തന്നെ പറയാം. അതാണ് പറയുന്നത്. പിന്നെ ഗവൺമെന്റിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അതിപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചു. ജനങ്ങളുടെ വിധിയെഴുത്തും അതിന് അനുകൂലമായി മാറിയിരിക്കുകയാണ്. ഒരു ജനവിരുദ്ധ വികാരം തന്നെയാണ് ഇവിടെ അലയടിച്ചിട്ടുള്ളത്. എടുത്തുകൊണ്ടാണ് മലപ്പുറം തൂത്തുവാരി UDF ജില്ലാ പഞ്ചായത്ത് ബ്ലോക്കും ഗ്രാമവും. മലപ്പുറത്ത് അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ്. ചരിത്രത്തിൽ ഇല്ലാത്ത വിജയമാണ് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം മലപ്പുറത്ത് മാത്രമല്ല ഏതാണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ഭൂരിപക്ഷവും UDF ആണ് നേടിയിട്ടുള്ളത്. ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. പഞ്ചായത്തുകൾ ഉണ്ടായതിനു ശേഷം തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും UDF ഇത്രയേറെ പഞ്ചായത്തുകളിൽ ഒന്നിച്ച് അധികാരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും വിവിധ ജില്ലകളിൽ UDF നല്ല മുന്നേറ്റം നടന്നുണ്ട്. കോർപ്പറേഷനുകൾ നല്ല മുന്നേറ്റം നടന്നുണ്ട്. ഇത് നിയമസഭയിലേക്കുള്ള ഒരു തങ്ങൾ പറഞ്ഞല്ലോ ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞത് കേരള ഭരണം UDF തിരിച്ചു പിടിക്കും എന്നുള്ളത് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങള് പറഞ്ഞു കഴിഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും, അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. മാത്രമല്ല കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന വാർഡ് പാണക്കാട് വാർഡാണ്. ഇവിടെയൊക്കെ വമ്പിച്ച ഭൂരിപക്ഷമാണ്. പക്ഷെ കേരളത്തില് ആവശ്യമില്ലാതെ വർത്താനം പറയുന്ന ഒരുപാട് നമ്മളെ അന്തരീക്ഷം വരുന്ന പലരുടെയും വാർഡുകളൊന്ന് നോക്കിയാൽ മതി. വലിയ തിരിച്ചടി അവിടെ ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ കേരള ജനത ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല. മതേതര കാഴ്ചപ്പാടിന്റെ കൂടെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് കാണാം. ഈരാറ്റുപേട്ടയിൽ ഡയറക്റ്റായിട്ട് ഞങ്ങൾ അവിടെയുള്ള എതിർപക്ഷത്താരാൻ നോക്കിയാൽ മതി. വർഗീയതയെ ഒരിക്കലും കേരളം അനുകൂലിക്കുന്നില്ല. അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോ പാണക്കാട് മുറ്റത്തിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് പറയാനുള്ളത്. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇഷ്ടംപോലെ വെട്ടിമുറിച്ച വാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ അങ്ങ് വെട്ടിമുറിച്ചിരിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ പറയും വേണ്ട. അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകൾ ഉണ്ടായിട്ടുമാണ് ഈ തൂത്തുവാരൽ. അപ്പോ ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പായിരുന്നു, വാർഡ് വിഭജനമായിരുന്നു, എന്തുണ്ടാവും? അത് ആലോചിക്കാവുന്നേ ഉള്ളൂ. പല മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തിലും ഒന്നും ഇടതുപക്ഷത്തിന് അംഗങ്ങളില്ല. കണ്ണൂരിലും മലപ്പുറത്തും ഒക്കെ ഉദാഹരണങ്ങൾ പറയാം, അംഗങ്ങളില്ല. അതാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഒരുപക്ഷെ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയാൽ പോലും അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷെ അതിനെ വേണമെങ്കിൽ UDF-നും LDF-നും വേണമെങ്കിൽ ഒന്നിച്ചു ചേർന്ന് എതിർക്കാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. ഈ UDF ചേർന്ന് ആലോചിക്കേണ്ട വിഷയങ്ങളല്ലേ. ഒരു പാർട്ടിക്കും ഒറ്റക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. UDF തീരുമാനിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാ വേണ്ടത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് വലിയ പ്രതീക്ഷ ആത്മവിശ്വാസം നൽകുന്നതായി. അതാണല്ലോ തങ്ങള് ഫസ്റ്റ് സെന്റൻസ് തന്നെ പറഞ്ഞത്. അതാണ് സെമിഫൈനലിൽ നമ്മൾ വിജയിച്ചു. ഇനി ഫൈനലിൽ നല്ല വിജയം ഉണ്ടാവും. സെമിഫൈനലിൽ വിജയിച്ചു കഴിഞ്ഞു. ഇനി ഫൈനലിലേക്കാണ്. അവിടെയും നല്ല വിജയം ആവർത്തിക്കും. ഏറ്റവും വലുത് ചർച്ച ചെയ്ത് ശബരിമല ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. 10 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടത ഉണ്ടല്ലോ,
അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു എന്നതുപോലെ ശബരിമലയും കൂടി വന്നുപെട്ടു. മറ്റു വിഷയങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളാണ്. അതല്ല, മറ്റ് ശബരിമല ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു. അതുപോലെ തന്നെ ഈ വർഗീയത, തീ തുപ്പുന്ന വർഗീയത, കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയത, അതിനെ LDF പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പറയണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. അത് കേരളം അംഗീകരിക്കില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ലീഗിനെതിരെ വെൽഫെയർ പാർട്ടി ബന്ധം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.